എന്റെ പേര് ആദിത്യൻ. കഴിഞ്ഞ ജനുവരിയിൽ നടന്ന MTSC എക്സാമിന്റെ സ്റ്റേജ് 1 ഞാൻ ക്വാളിഫൈ ചെയ്തു. ഇതിന് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ബ്രില്യന്റ് സ്റ്റഡി സെന്റർ ആണ്. 8ാം ക്ലാസ് മുതൽ ഞാൻ ബ്രില്യന്റിൽ ഫൗണ്ടേഷൻ കോഴ്സ് അറ്റൻഡ് ചെയ്ത് വരുന്നു. ഇപ്പോൾ ബ്രില്യന്റിൽ തന്നെ 2023 IIT ഹൈബ്രിഡ് ബാച്ചിൽ പഠിക്കുന്നു. MTSC എക്സാമിനെ കുറിച്ച് പറയുമ്പോൾ MTSC എക്സാമിൽ 2 പേപ്പറാണുള്ളത്, സാറ്റും മാറ്റും. രണ്ടിനും 100 ക്വസ്റ്റ്യൻസ് വീതമാണ് ഉള്ളത്. അതിനുവേണ്ടിയുള്ള ക്ലാസുകൾ നമുക്ക് ബ്രില്യന്റ് തന്നെ തരാറുണ്ട്. എക്സാമിന് വരാൻ ചാൻസുള്ള എല്ലാ തരം ചോദ്യങ്ങളും, ഡിഫിക്കൽട്ടി കൂടിയ ചോദ്യങ്ങളും സാർ ക്ലാസ്സിൽ തന്നെ ഈസിയായി ചെയ്യാനുള്ള ടെക്നിക്കുകൾ പറഞ്ഞു തരാറുണ്ട്. ഇതും ബ്രില്യന്റിൽ ആഴ്ചതോറും നടന്നു വരുന്ന മോക്ക് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്താൽ മാത്ത് എക്സാം നിങ്ങൾക്ക് വളരെ എളുപ്പമായി തോന്നും. അടുത്തതായുള്ളത് സാറ്റ് എക്സാം ആണ്. സാറ്റ് എക്സാമിലുള്ളത് 5 സബ്ജക്റ്റുകളാണ്: ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, സോഷ്യൽ. എല്ലാത്തിന്റെയും സിലബസ് SCRTയും NCERT ടെക്സ്റ്റ് ബുക്കുകളുമാണ്. ഇതിൽ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സിനുള്ള ക്ലാസുകൾ ബ്രില്യന്റ് തന്നെ തരാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ എക്സാമിന് ചോദിക്കുന്നതിനേക്കാൾ വളരെയേറെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് ബ്രില്യന്റിൽ ക്ലാസുകളിൽ പഠിപ്പിക്കുന്നത്. സോഷ്യലിനെ കുറിച്ച് പറയുമ്പോൾ സോഷ്യലിൽ ടോപ്പിക്സ് വളരെയധികമുണ്ട്. എന്നാൽ എന്നെ ഇവിടെ ബ്രില്യന്റ് എന്ന മെറ്റീരിയൽ വളരെയേറെ ഉപകാരപ്രദമായി എനിക്ക് തോന്നി. സോഷ്യൽ സ്റ്റഡീസ് മാർക്ക് നേടാൻ നമ്മൾ ചെയ്യേണ്ടത് NCERTയും SCRT ടെക്സ്റ്റ് ബുക്കുകളും വളരെ ശ്രദ്ധയോടെ വായിച്ചു പഠിക്കണം. കാരണം അവർ എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ ക്ലാസ് പഠിക്കുന്നതിനിടയ്ക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിയാൽ പ്രൊഫസർമാരെ വിളിച്ചു ചോദിക്കാനുള്ള ഓപ്ഷൻ വരെ ബ്രില്യന്റ് നൽകിയിട്ടുണ്ട്. അപ്പോ പ്രൊഫസർമാരെ വിളിക്കുമ്പോൾ അവർ ആ ക്വസ്റ്റ്യന് മാത്രമല്ല, ആ ടൈപ്പിലുള്ള എല്ലാ ക്വസ്റ്റ്യനുകൾക്കും എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് പ്രൊഫസർമാർ പറഞ്ഞു തരാറുണ്ട്. പിന്നെ MTSC എക്സാമിന്റെ ഒരു പ്രത്യേകതയാണ് അതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അപ്പോ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു പാടായ ക്വസ്റ്റ്യൻ വന്നാൽ അത് സ്കിപ്പ് ചെയ്ത് അവസാനത്തേക്ക് വെക്കണം. എന്നിട്ട് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ആദ്യമേ ചെയ്തു തീർക്കണം. അവസാനമായുള്ളത് ബ്രില്യന്റ് നൽകുന്ന മോക്ക് ടെസ്റ്റുകൾ സിൻസിയറായി എഴുതാൻ ശ്രമിക്കണം. കാരണം ഇതിൽ നിന്ന് നമുക്ക് ടൈം മാനേജ്മെന്റ് പഠിക്കാൻ പറ്റും. കൂടാതെ NTSC വെബ്സൈറ്റിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അവയിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന MTSC എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവലുകൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇതെല്ലാം ചെയ്യുമ്പോൾ എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്കും MTSC സ്റ്റേജ് 1 ക്രാക്ക് ചെയ്യാൻ പറ്റും.